ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. ഇപ്പോൾ നമ്മൾ ഈ ചാനലിൽ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ള മെത്തേഡ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആരും ഫേസ്ബുക്ക് അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആരും ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാവരും ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് പോലും അറിഞ്ഞുകൂടാ ഫേസ്ബുക്ക് വഴി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ സാധാ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണലായിട്ട് നമ്മളതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ നമുക്കൊരു അക്കൗണ്ട്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിനും അതുപോലെ ഉണ്ട്. ഫേസ്ബുക്കിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ തൊട്ട് താഴെ വരും. ഏറ്റവും കൂടുതൽ വ്യൂസും കൗണ്ടും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഫേസ്ബുക്കാണ്. പിന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിനെ കാട്ടിയിട്ടും ക്യാഷ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് 1000 വ്യൂസിന് ഇപ്പം യൂട്യൂബ് 25 രൂപ കൊടുക്കുകയാണ് ഉദാഹരണത്തിനാണ്. അവിടെ നമുക്കൊരു 40 റേഞ്ചിന് വരും സെയിം നിഷുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെ ഈ വീഡിയോ ഇട്ടുവിടാമെന്ന്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബിനെ പോലെ എല്ലാ വീഡിയോസിനെയും പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ഫേസ്ബുക്കിലെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക കുറവാണ്. യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും ഇടാം. ചിലർ പാടുന്നതായാലും ഡാൻസ് ആയാലും എല്ലാം യൂട്യൂബ് എന്ത് ചെയ്യും, യൂട്യൂബ് ആൾക്കാർ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമായിട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമായിട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ആണെങ്കിലും ചിലവർക്ക് ചില കണ്ടൻറ്റ്സ് മാത്രമേ അതിലോട്ട് ഒരു വൈറലായിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായുള്ളൂ. എല്ലാ വീഡിയോസും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുകയാണ്, യൂട്യൂബിൽ നിങ്ങൾ കാണുന്നു, പക്ഷേ ഫേസ്ബുക്കിൽ ആരും കാണില്ല. കാരണം എന്താ, അത്രയും വിസിറ്റേഴ്സും കാര്യങ്ങളും ആ ഒരു ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ ഇല്ല. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഗെയിമിംഗ് ഉണ്ട്, പിന്നെ മൂവീസ് ഉണ്ട്, ഇത് രണ്ടും തന്നെയാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനും ഉണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വീട്ടിലിരിക്കുന്നവർക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം. എനിക്ക് ടൈമില്ലായിരുന്നു, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് ഇച്ചിരി കുറച്ച് മെനക്കെടേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെ ചെയ്യാം, നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അതായത് നമ്മുടെ സാധാ ഇപ്പം നിങ്ങളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും, ആ ഒരു അക്കൗണ്ട് മതി. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനിക്കൊരു അക്കൗണ്ടുണ്ട്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഓക്കെ, ഞാനിത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു ഇതുമില്ല. നിങ്ങൾ ഒന്നേ ഫേസ്ബുക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ക്രോം വഴിയോ ഇല്ലയെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫേസ്ബുക്കിന് ഇതെനിക്ക് ഓൾറെഡി സൈൻ ആയതുകൊണ്ടാണ്. ഒന്നേ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഒന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ലോഗിൻ എന്ന് കാണിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോമിൽ ചെന്നതിന് ശേഷം ഫേസ്ബുക്ക് ഒന്ന് അടിക്കുവാണ്. ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം മൊബൈലിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ FB ലൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, FBയുടെ മെയിനായിട്ടുള്ളത് തന്നെ എടുക്കുക, വലിയ സൈസുള്ള MB ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ഓർ സൈൻ അപ്പ്, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു മിസ്റ്റർ ബിജോയ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു പാസ്വേഡ് നമ്മളതിലോട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഫീമെയിലാണോ മെയിലാണോ കസ്റ്റമാണോ എന്നുള്ളത്. എന്നിട്ട് സൈനപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഇതേപോലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വരും. അതായത് മെയിനായിട്ടുള്ള, അപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും, കാര്യങ്ങളെല്ലാം ചോദിക്കും. നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നിങ്ങളുടെ നോർമൽ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്കപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡെസ്ക്ടോപ്പിലുള്ളവർക്ക് ഇങ്ങനെ ഒരു സി ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, 6 ഡോട്ട്. പിന്നെ മൊബൈലിലാണ് ചെയ്യുന്നവർക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഇങ്ങനെ വര പോലെ 3 കിടപ്പുണ്ടാവും. അതായത് 3 വര പോലെ ഒരെണ്ണം കിടക്കുന്നുണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജസ് എന്നുള്ളൊരു, നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ പേജസ് എന്നുള്ളൊരു അതിൽ ഒരു ഐക്കൺ കാണാം. അതായത് ഞാൻ ഇത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുവാണ്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ പേജസ് എന്നുള്ളതുണ്ട്. അതായത് പേജസ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ ഒരു പേജ് ഉണ്ട്, വ്യൂസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് എൻ്റെ പേജാണ്. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ന്യൂ പേജിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് നെയിം ചോദിക്കും. അതായത് നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബിലെ ചാനലിൻ്റെ നെയിം പോലെ ഇതിൻ്റെ പേജ് നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ പേജ് നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എന്താ പറയുക, മിസ്റ്റർ ബിജോയ് എന്ന് അടിക്കുവാണ്, എൻ്റെ ചാനലിൻ്റെ പേര് അടിക്കുവാണ്. എന്നിട്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, മൂവീസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ അവിടെ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇട്ട് കൊടുക്കുക. ഫിലിം ആൻഡ് മ്യൂസിക്, ഞാൻ മൂവീസിൻ്റെ ആണല്ലോ പറഞ്ഞത് അത്. പിന്നെ ബയോ, നമ്മുടെ ബയോ, അതായത് എന്താണെന്നുള്ളത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളത് കൊടുത്തിട്ട് ക്രിയേറ്റ് പേജ് കൊടുക്കുമ്പോൾ നമ്മുടെ പേജ് ആഡ് ആവും, ക്രിയേറ്റ് ആവും. ഓക്കെ, അവിടെ നമ്മൾ അടുത്ത് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു പിക്ചർ വേണം. ഓക്കെ, സാധാ അക്കൗണ്ടല്ല, ഇത് പേജിലെത്തിയതിന് ശേഷമാണ്. ഓക്കെ, പിക്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെയൊക്കെ കവർ ഫോട്ടോ ഉള്ളതുപോലെ ഇതിൻ്റെ അകത്ത് കവർ ഫോട്ടോ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ മൂവീസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവീസിൻ്റെ കുറച്ച് കൊളാഷായിട്ട് ഇങ്ങനെ ചെയ്ത് അടുക്കി വെച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ക്യാൻവയിലോട്ട് പോവുക. ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സൈറ്റിലെത്തി. ഓക്കെ, അവിടെ നമുക്ക് ക്രിയേറ്റ് ഡിസൈൻ ഒന്നുണ്ടാവും. ക്രിയേറ്റ് ഡിസൈനിൽ കസ്റ്റം സൈസ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 1920 x 1080 എന്നടിക്കുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുമ്പോൾ പുതിയൊരു പേജിലോട്ട് വരും. ഇനി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂവീസിൻ്റെ കുറേ ഫോട്ടോസ് വേണമല്ലോ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കുഴപ്പമില്ല, നിങ്ങളത് ചെയ്തോ, പക്ഷേ അത് സേഫാണെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്ലോഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഷെയർ കൊടുത്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ PNG ആയിട്ടോ JPG ആയിട്ടോ ഏത് ഫോർമാറ്റ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നേരെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോയിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരിക്കലും നിങ്ങളുടെ കോണ്ടാക്റ്റോ നിങ്ങളുടെ വാട്സപ്പ്, കാരണം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളല്ല. അപ്പം കോണ്ടാക്റ്റോ നിങ്ങളുടെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ടതായിട്ടില്ല. ഞാൻ അടിക്കാൻ റെക്കമെൻഡ് ചെയ്യേയില്ല. കുറേ സ്കാമേഴ്സ് വന്നിട്ട് ഇങ്ങനെ പ്രൊമോട്ടിംഗ് ആണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം കൊണ്ടുപോകും. ഓക്കെ, ഇത് അത്രത്തോളം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും പിന്നെ യൂട്യൂബിൻ്റെ എത്ര സേഫാണെന്ന് എനിക്കറിയത്തില്ല. കുറേ പേരുടെ പേജൊക്കെ ഹാക്ക്ഡ് ആയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് പേജ് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ഞാൻ ലീവ് പേജ് കൊടുക്കുകയാണ്, കാരണം എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ പേജ്. ഇത് ഞാൻ തന്നെയാണ് ഫോളോവർ, ഞാൻ തന്നെയാണ് ലൈക്ക്. അപ്പം ഞാൻ എൻ്റെ ഗെയിം പ്ലേ വീഡിയോസൊക്കെയാണ് ഞാൻ ഇടാറ്, ജസ്റ്റ് സമയം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റപ്പാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. സെക്കൻഡ് പാർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ എന്തിടും എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് മൂവീസാണല്ലോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ എൻ്റെ ചാനലുകളിലൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറി റീക്യാപ്ഡ് എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റിയിട്ട്. ആ ചാനലിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി എടുക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് മൂവീസ് ആവാം, മലയാളം മൂവീസ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് എടുക്കുക. ഓക്കെ, ഒരു ബെറ്റർ ആയിട്ടുള്ള മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം എല്ലാവരും കാണാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തിരന് ഒരു സീൻ എടുക്കുകയാണെന്ന് വെച്ചോ. എന്തിരൻ മൂവി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ എന്തിരൻ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അതല്ലേ നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വയ്ക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് നേരെ ഇപ്പോൾ ഏത് മൂവീസിൻ്റെ വേണമെന്നല്ലേ, എന്തിരൻ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തമിഴ് മൂവി സ്റ്റോറി എന്ന് അടിക്കുവാണേ. ജസ്റ്റ് ഒന്ന് അടിച്ചു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വിക്കിപീഡിയക്കകത്ത് കയറുന്നതായിരിക്കും നല്ലത്, ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളും കൊടുത്തിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്തിരൻ മൂവീനെ കുറിച്ചും
അതിൻ്റെ പ്ലോട്ട്, അതായത് എന്താണെന്നുള്ളത് എന്തുണ്ടാവും, വസീകരൻ prepares ചിട്ടി ഫോർ ആൻ ഇവാലുവേഷൻ അറ്റ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മലയാളത്തിലോട്ടാക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വായിക്കാം. പിന്നെ ഇതേപോലെ തന്നെ എടുത്തു വെച്ചിട്ട് ആഫ്റ്റർ എ ഡെക്കേഡ് ഓഫ് റിസർച്ച് സയൻറ്റിസ്റ്റ് വസീകരൻ യൂണിവേഴ്സിറ്റി അങ്ങനെ വായിക്കരുത്. ഓക്കെ, കാരണം കോപ്പിറൈറ്റ് കിട്ടും. കാരണം വിക്കിപീഡിയയൊക്കെ പോലത്തെ സൈറ്റുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ വയ്യ, കോപ്പിറൈറ്റ് കിട്ടും. പക്ഷേ ഈ കോപ്പിറൈറ്റ് എങ്ങനെ മാറ്റാം? നിങ്ങൾ ഇംഗ്ലീഷാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിലോട്ടുള്ളത് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ ക്വിൽ ബോട്ടിലോട്ട് പോവുക. ക്വിൽ ബോട്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്വിൽ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വേറൊരു രീതിയിലോട്ട് അത് മാറ്റിത്തരും. ഓക്കെ, നല്ല ഉപയോഗമുള്ളൊരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്തുവിടുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് മാറ്റാമല്ലോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പാരാഫ്രൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥവും മാറാതെ വേറൊരു രീതിയിലോട്ടാക്കും. അതായത് നമുക്ക് അവരുമായിട്ട് ഒരു ഇതുമില്ല, സാമ്യമില്ല. സയൻറ്റിസ്റ്റ് വസീകരൻ ക്രിയേറ്റ്സ് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഫ്രീ വെർഷൻ്റെ അകത്ത് ഇതിനകത്ത് 150 വേർഡ്സ് വരെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 150 മതിയല്ലോ, 150 വെച്ചിട്ട് ചെയ്യാം. ഇതെങ്ങനെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിടുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഇംഗ്ലീഷല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറയാൻ വയ്യ എന്ന് വയ്ക്കുക. നിങ്ങൾക്ക് പറയാൻ വയ്യ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയതിന് ശേഷം ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് അടിക്കുക. എന്താണ് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഞാനിപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുവാണേ, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. ഇപ്പം വോയിസ് മേഖല ടെക്സ്റ്റ് ഇത് നമുക്ക് നോക്കി നോക്കാം, കുറേ സൈറ്റുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് കൺവേർട്ടഡ് ടു സ്പീച്ച്. ഓക്കെ, ഇത് കൺവേർട്ട് ആവുന്നുണ്ടായിരിക്കാം, അറിയത്തില്ല, ഒന്നും വരുന്നില്ല. ഡൗൺലോഡ് MP3 ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി പ്ലേ ആവുമായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക കേട്ടോ. അതായത് ഇതേപോലത്തെ ഒത്തിരി അനേകം സൈറ്റുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്റ്റ് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ പിടിച്ചിട്ട് കോപ്പി ചെയ്ത് അതിലോട്ട് ഇടുക. ഓക്കെ, അപ്പം അത് നമ്മുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഇഷ്ടമുള്ള റോബോട്ടിൻ്റെ വോയിസ് ആയിരിക്കും വരിക. അതായത് ബോട്ടെന്ന് പറയുന്നത് റോബോട്ട് എന്നല്ല, ബോട്ട് വോയിസ് ആയിരിക്കും വരിക, AI വോയിസ്. ഇപ്പോൾ ഗേൾസിൻ്റെ ഉണ്ടാവും, ഇതേപോലെ ആയിരിക്കും അവർ വായിക്കാം. സയൻറ്റിസ്റ്റ് വസീകരൻ ക്രിയേറ്റ്സ് അങ്ങനെ ഒരു ടോണിലായിരിക്കും വായിക്കുക. അല്ലെ നമുക്ക് ടോൺ സെറ്റ് ചെയ്യാം, വോയിസ് സെറ്റ് ചെയ്യാം, അങ്ങനത്തെ രീതിയിലെല്ലാം സെറ്റ് ചെയ്യാം. ഇനി മലയാളം വേണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലോട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വോയിസ് കംപ്ലീറ്റ് ആയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ മൂവീനെ ക്ലിപ്പ് ചെയ്ത് കറക്റ്റ് ആ ഒരു എന്താണോ കാര്യം, ഇപ്പോൾ വസീകരൻ റോബോട്ടിനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ മൂവിയിലുള്ള ഉണ്ടാക്കി എന്നുള്ള ആ ഒരു കട്ട് ചെയ്തിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ചിലത് നമുക്ക് സൺ TV ഈ മൂവീസിൻ്റെയൊക്കെ അടിയിൽ ഓരോരോ ലേബൽ കാണും. അത് മസ്റ്റായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് അതിൻ്റെ പേരിലായിരിക്കും കോപ്പിറൈറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ്. അപ്പോൾ നമുക്കിതിനെ മലയാളത്തിലാക്കണം അല്ലേ. അപ്പോൾ മലയാളത്തിലാക്കണമെന്നുള്ളവർക്ക് ഇപ്പം ചിലവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മലയാളം അല്ലെങ്കിൽ കഥ മനസ്സിലാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്തിനും സിനിമയുടെ മലയാളം കാണുക. മലയാളം കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളത്തിൽ പറയുക. ഓക്കെ, മലയാളത്തിൽ ആ ഒരു മനസ്സിലായ കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് മലയാളത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയും എഡിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പം ഇംഗ്ലീഷ് ടു മലയാളം കൺവേർട്ടർ ഉണ്ട് നമ്മുടെ ഓൺലൈനിലെ. ഇംഗ്ലീഷ് ടു മലയാളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇതാണ്. ഓക്കെ നമുക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യണുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയണമല്ലോ. കോപ്പി ചെയ്തിട്ട് ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പേസ്റ്റ് ട്രാൻസ്ലേറ്റ് കൊടുത്ത് 1 ദശാംശത്തെ
ദശാബ്ദത്തെ ഗവേഷണത്തിന് ശേഷം ശാസ്ത്രജ്ഞൻ വസീകരൻ ഒരു അത്യാധുനിക ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ട് കണ്ടുപിടിച്ചു. ഇത് ഒരു കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കിതിനെന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അതായത് ശാസ്ത്രജ്ഞൻ വസീകരൻ ഒരു ആൻഡ്രോയിഡ് റോബോട്ട് എന്താ പറയുക, ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചു. അത് നമുക്ക് ആ ഒരു നമ്മുടെ ടോണിലോട്ടാക്കി കൺവേർട്ട് ചെയ്യാം. ഇപ്പം ചില സ്ലാങ്ങിലൊക്കെ ഉള്ളവരുടെ നല്ല രസമാണ് കേൾക്കാനായിട്ട്. ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, കാണും. നിങ്ങൾക്ക് അറ്റ് എ ടൈം യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം, ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനെ കാട്ടിയിട്ടും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അടുത്തത് നമുക്ക് ഏത് സിനിമ വേണോ ചെയ്യാം. പിന്നെ കോപ്പിറൈറ്റ് ഇപ്പം വീഡിയോ ചെയ്യുവാണ്, മ്യൂസിക് കഴിവതും ഉപയോഗിക്കരുത്. പിന്നെ ലോഗോയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ അൺവാൻറ്റഡ് കണ്ടൻസ് യൂസ് ചെയ്യരുത്. അതായത് മറ്റേ അഡൾട്ട്സ് എക്സ്പോസിങ് കണ്ടൻസും കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക. കറക്റ്റ് കഥ എന്താണെന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റോറി റീക്യാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പം എടുക്കുകയാണ്. ഇവരുടെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. മിക്കവാറും ഈ നമ്മുടെ 99% ഓഫ് ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ തംബ്നെയിൽ കാണുമ്പോൾ ഓടാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. പക്ഷേ അവരൊന്നും ചിന്തിക്കുന്നില്ല. ഇവർ ഇതിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് മെട്രിക്സിൻ്റെ അകത്താണ്, നമ്മുടെ ആൻഡ്രൂ ടേറ്റ് പറഞ്ഞതുപോലെ കുറേ പേര് ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ഉദാഹരണത്തിന് ഇതിനെടുക്കുകയാണ്. ഓക്കെ, ഇതെന്തുവാണ് പറയുന്നത് മനസ്സിലായോ? ഈ ഒരു കഥയുടെ സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അതായത് കഥ ഫുള്ളായിട്ടല്ല, ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാം, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ചെയ്യാം, പിന്നെ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി ചെയ്യാം. ഹിന്ദിയിൽ നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. അതായത് ഹിന്ദിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഹിന്ദീനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അങ്ങോട്ടുള്ളവരുടെ സംബന്ധിച്ചോളം, നമ്മളെ വടക്കോട്ടുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബേഴ്സ് ആയാലും ഒരു ഫേസ്ബുക്കിലായാലും അവരെന്ത് ചെയ്യും, സപ്പോർട്ടിങ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, ഹിന്ദി അറിയാമെന്നുള്ളവർ ഹിന്ദി ചെയ്യുക, മലയാളം അറിയാമെന്നുള്ളവർ മലയാളം ചെയ്യുക, പിന്നെ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് ഇംഗ്ലീഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്ക് വഴി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് വഴി ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് മിനിമം വേണം. അതായത് 60 ദിവസം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. 60 ദിവസം കൊണ്ടല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അവർ 1000 ഫോളോവേഴ്സ് ആവുമ്പോൾ, നമുക്കിപ്പോൾ 1000 ഫോളോവേഴ്സ് ആയി, ചിലപ്പോൾ ഒരു 5 മാസമായി, നമുക്ക് പെട്ടെന്നൊരു വീഡിയോ കയറി വൈറലാവുകയാണ്. അടുത്ത 1 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, 10,000 ഫോളോവേഴ്സ് കിട്ടി. അപ്പം നമുക്ക് ആ സ്ട്രാറ്റജി മതി. മനസ്സിലായില്ലേ? 60 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകരുത്, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ, ഈ വീഡിയോ ഇത്തിരി ലോങ് ആയിപ്പോയി, ഈ വീഡിയോ ഉപകാരമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആമസോൺ അഫിലിയേഷനും ആമസോണിൻ്റെ KDP, പിന്നെ അടുത്ത് എക്സി സ്റ്റോറ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇൻസ്റ്റാ മോജോ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. ഒരു വീഡിയോ നിങ്ങൾ മിസ്സാവാതിരിക്കാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലെ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ബൈ.